രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ തന്നെ നല്ല മഴയുടെ ലക്ഷണമാണ്. വെളുപ്പിനൊക്കെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ നല്ല തണുപ്പാണ്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഇന്നൊരു ചായ ആവാം. കുറച്ച് വെള്ളമൊക്കെ കുടിച്ച ശേഷം മാത്രമാണ് കേട്ടോ ഒരു മധുരമില്ലാത്ത ചായ കുടിച്ചത്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെള്ളം കുടിച്ചിട്ട് വേണം ചായയൊക്കെ കുടിക്കാൻ വേണ്ടി. പിന്നെ നോക്കിയപ്പോൾ നമ്മുടെ അച്ചു കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്യുന്നത് കണ്ടു. രാവിലെ എൻ്റെ ജോലി ഒരുവിധം ഒതുങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഇന്ന് രാവിലെ തന്നെ വർക്കൗട്ടൊക്കെ ചെയ്യാമെന്ന്. നടക്കാൻ പോയിട്ട് ഇപ്പം കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ മഴയൊക്കെ ആവും. പിന്നെ വൈകുന്നേരത്തെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അച്ഛന് ഹോംവർക്ക് എഴുതാനും അങ്ങനെ ഒരുപാട് ജോലികളുള്ളത് കാരണം വൈകുന്നേരത്തെ നടത്തി ഇപ്പം മുടങ്ങിയിരിക്കുവാണ്. പിന്നെ ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് എടുത്ത ശേഷം മാത്രമാണ് കേട്ടോ കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. 2 ദോശ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മുട്ടയും കുക്കുംബറും പിന്നെ ഒരു ബൗൾ നിറച്ച് ഞാൻ കടലക്കറി എടുത്തിട്ടുണ്ട്. സാധാരണ ഒരു 2 ദോശയൊക്കെ കഴിച്ചാൽ എനിക്കൊരു 10-11 മണിയാകുമ്പോൾ വീണ്ടും വിശക്കുന്നതാണ്. ഇതിപ്പോൾ ഇങ്ങനെ കഴിക്കുവാണെങ്കിൽ ഒരു 2 മണി വരെയൊക്കെ നമുക്ക് വിശക്കാതെ നിൽക്കാൻ പറ്റും. പിന്നെ എനിക്കിന്ന് നല്ല പച്ച ചൂട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൂട പീര വെട്ടിച്ചതും കൂടി ചോറ് കഴിക്കാനാണ്. അങ്ങനെ ഒരു 1:30 ആയപ്പോഴായിരുന്നു ഞാൻ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ചോറ് മാക്സിമം കുറച്ചിട്ട് കറികളൊക്കെ അധികം എടുക്കാൻ എപ്പോഴും നോക്കണമേ. ഇന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് വാഴയ്ക്ക തോരൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചൂടമീൻ പീര പറ്റിച്ചത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സലാഡായിട്ട് കുറച്ച് കുക്കുംബറും സവാളയും അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് വൈകുന്നേരം ഒക്കെ ആയപ്പോൾ ഞാൻ കുറച്ച് പംകിൻ സീഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. പക്ഷേ ഞാൻ ഇടയ്ക്കൊക്കെ കഴിക്കാറുള്ളൂ. ഇന്ന് എനിക്ക് നേരത്തെ തന്നെ വിശപ്പ് തുടങ്ങിയത് കൊണ്ട് ഞാനൊരു 6 മണി ആയപ്പോഴേ നമ്മുടെ പയറൊക്കെ പുഴുങ്ങി വെച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണാം. ബൈ.